അതുകൊണ്ട് നമ്മൾ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച മതമാണ് ക്രിസ്തുമതം എന്ന സത്യം ഓർക്കുക. അതുകൊണ്ട് മറ്റേതെങ്കിലും ഒരു മതം നടത്തുന്നത് പോലെ ഒരു പ്രസ്താവനയായിട്ട് നമ്മുടെ പ്രസ്താവനകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. ഇപ്പം അഭിവന്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞ വിഷയം, ഇവിടെ ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയവയെക്കുറിച്ച് പിതാവ് പറഞ്ഞു. ഇവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ ഏജൻസി പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെയൊന്നും ഇല്ല. അതല്ല എങ്കിൽ കേരള പോലീസ് അന്വേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാണും. ഈ കാര്യത്തിന് കേരള പോലീസിൻ്റെയോ കേന്ദ്ര ഏജൻസിയുടെയോ സാക്ഷ്യപത്രം നമുക്ക് ആവശ്യമില്ല. കാരണം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് എത്രയോ കുഞ്ഞുങ്ങൾ ഇപ്രകാരം ചതിക്കെണിയിൽപ്പെട്ട് തങ്ങളുടെ ജീവിതം വഴിയാധാരമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതിന് ഈ സമുദായവും ഈ സമുദായത്തിൻ്റെ ആചാര്യന്മാരും സാക്ഷികളാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്രകാരം സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് പറയാൻ ആർക്കും അവകാശമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ സംഘടിതമായ എതിർപ്പിൻ്റെ സ്വരമുയർത്തിയാൽ അതിനെ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയാനും സഭ നിർബന്ധിതമാകും എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പല സന്ദർഭങ്ങളിലും സഭയ്ക്ക് ഈ പ്രസ്താവനകളുടെ ഒപ്പം നിൽക്കാനും അതുപോലെ തന്നെ ഈ എതിർപ്പിൻ്റെ സ്വരങ്ങളെ അവഗണിക്കാനും സഭ നിർബന്ധിതമായത് എന്ന് മനസ്സിലാക്കിയാൽ മതി.